Hello everyone, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ബേൺഡ് ഗാർലിക് റൈസ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസും കൂടിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാം, അല്ലെ ഇതിന്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ബട്ടർ ചിക്കനോ അല്ലെ കടായി ചിക്കൻ, പനീർ കറി അങ്ങനെ ഏതായാലും നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ഈ ബേൺഡ് ഗാർലിക് റൈസ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലോണം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വെള്ളം ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം കഴുകിയതിന് ശേഷം ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ച് റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുത്ത് കവർ ചെയ്ത് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു റൈസ് ഇപ്പോൾ കുക്കാവാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ നല്ലോണം റൈസ് കുക്കായോ നമുക്ക് നോക്കാം. ഈ റൈസ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഒരു 95% ആണ് റൈസ് കുക്കാവേണ്ടത്. ഇനി നമുക്കിത് വേറൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി റൈസിലെ വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി വേറൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഗാർലിക് റൈസ് ബട്ടർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അഥവാ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം. ബട്ടറൊക്കെ ഇപ്പം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 15 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഗാർലിക് അത്യാവശ്യം നല്ലോണം ബ്രൗൺ കളറായി വരണം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസും ഗാർലിക്കും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പം റൈസ് ഒന്നും പൊടിഞ്ഞു പോവാതെ മെല്ലനെ തന്നെ നമ്മൾ റൈസ് മിക്സ് ചെയ്തെടുക്കണം. റൈസ് ഇപ്പം നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ മേലെയായിട്ട് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കുകയാണ്. ഇനി മല്ലിയിലയും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഗാർലിക് റൈസ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം. അപ്പം മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.